ഇന്ത്യൻ മിഡിൽ ക്ലാസിന്റെ ലൈഫ് എന്ന് പറഞ്ഞ ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ. അത് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. 100 കണക്കിന് പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന് ഫാമിലി കമ്മിറ്റ്മെന്റ്സ്, ഗ്രോസറീസ്, ബിൽസ് തന്നെ നിരവധി തരം, ക്രെഡിറ്റ് കാർഡ് റീപേയ്മെന്റ്, വീട്ടിലെ കടം, സ്ട്രെസ്, ആൻസൈറ്റി, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് വാട്ട് നോട്ട്. ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത് ഈ മിഡിൽ ക്ലാസ്സിനാണ്. 5 മുതൽ 6% വരെ ഇൻഫ്ലേഷൻ ആണ് ഇന്ത്യയിൽ ആവറേജ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അതിൽ തന്നെ ഭക്ഷ്യവസ്തുക്കളിലുള്ള ഇൻഫ്ലേഷൻ 8-10% വരെയാണ്. മതി സാർ, കഴിച്ചോ? ഇഷ്ടം പോലെ കഴിച്ചോ. ഇനി ഞാനെടുത്തോളാം. അതിനർത്ഥം 100 രൂപയ്ക്ക് നമ്മൾ ഈ വർഷം എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം അതേ സാധനം അതേ 100 രൂപയ്ക്ക് കിട്ടില്ല. പണപ്പെരുപ്പം ബാധിച്ച് അതിന്റെ വില കൂടുന്നു. 5-6 വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്യാനായിട്ട് എനിക്ക് ബാംഗ്ലൂർ പോയി താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ 5000-6000 രൂപയായിരുന്നു അന്നത്തെ റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു 1 BHK ഒരു സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഒരു 1 BHK അപ്പാർട്ട്മെന്റിന് 5 to 6K ലഭിക്കുമ്പോൾ ഇന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ റെന്റ് എന്ന് പറയുന്നത് 20-25K ഉയർന്നു. പ്രൈവറ്റ് സ്കൂളുകളും പ്രൈവറ്റ് കോളേജുകളും ഇപ്പോൾ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാറിയിരിക്കുകയാണ്. അത്ര അധികം അതിന് ഫീസ് കൂടി. പ്രൈവറ്റ് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, പലപ്പോഴും അവിടെ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കള് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമല്ല അവിടെ കൊണ്ട് ചേർക്കുന്നത്. അവർക്കുള്ള സോഷ്യൽ സ്റ്റാറ്റസിന്റെ പ്രോബ്ലം ആണ്. അവരുടെ ഫ്രണ്ട്സിന്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുടെ അത്രയും ക്വാളിറ്റി ഉള്ള സ്കൂളുകളിൽ തന്റെ കുട്ടികളും പഠിക്കണം എന്ന ആഗ്രഹം കൊണ്ട് വളരെ ഭീമമായ തുക കൊടുത്തു പോലും ഇത്തരത്തിൽ സ്കൂളുകളിൽ കൊണ്ട് ചേർക്കാൻ അവർക്ക് വഴിയില്ല. സ്കൂൾ കഴിഞ്ഞ് കോളേജിലോട്ട് ചെല്ലുമ്പോൾ കോളേജിൽ പഠിക്കാൻ കോഴ്സിന് ഒരുപാട് പൈസയാവും. ആ പൈസ ഒരിക്കലും ഇവരുടെ സേവിങ്സോ അവരുടെ ശമ്പളമോ ഒന്നും വെച്ചിട്ട് ഈ മാതാപിതാക്കളുടെ ശമ്പളം വെച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവരാകെ മൊത്തം ജീവിതത്തിൽ സമ്പാദിച്ചിട്ടുണ്ടാവുന്നത് ഒരു വീടായിരിക്കും. ആ വീട് കൊണ്ടൊരു ലോൺ വെച്ചിട്ട് അതിന്റെ ആ ലോൺ എടുത്ത് എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറഞ്ഞ് പിള്ളേർക്ക് കൊടുക്കും. ഇനി ഇവരോ ഇതും പഠിച്ചിട്ട് അത് കഴിഞ്ഞ് അവർ ജോലി കണ്ടെത്തി ആ ജോലിയിൽ നിന്നും വേണം ഈ ലോൺ അടച്ചു തീർക്കാൻ. അത് കഴിഞ്ഞ് വീട്ടിലെ കട അടച്ചു വീട്ടണം. കട എല്ലാം വീടിയിട്ട് ഇനി എന്നാണ് അവർ ജീവിച്ചു കൊടുക്കുന്നത്? ഇനി അവർക്ക് കുട്ടികൾ ഉണ്ടായാലോ അവരും ഇതേപോലെ തന്നെ വീടിന് ലോൺ എടുത്ത് അവരുടെ കുട്ടികൾക്ക് വിദേശത്ത് വിദ്യാഭ്യാസം കൊടുക്കാനോ അല്ല നാട്ടിൽ തന്നെ ഇന്ത്യക്കുള്ളിൽ തന്നെ ഒരു വലിയ കോളേജിൽ വലിയൊരു കോഴ്സിൽ പഠിപ്പിക്കുന്നു. അത് പിന്നെ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക. മിഡിൽ ക്ലാസ് ട്രാപ്പാണിത്. ജോലി കിട്ടിയാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി അഥവാ ജോലി കിട്ടാതിരിക്കോ ജോലി കിട്ടാൻ താമസിക്കുകയോ ചെയ്താലുള്ള അവസ്ഥ വളരെ മോശമാണ്. എനിക്കറിയുന്ന ആളുകളുണ്ട് ഇപ്പോഴും 30 വയസ്സിൽ എഡ്യൂക്കേഷൻ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. ലേറ്റ് ആയിട്ട് ജോലി കിട്ടിയതുകൊണ്ട് എഡ്യൂക്കേഷൻ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതേസമയം അവർ വീടും നോക്കണം, അവരുടെ ജീവിതം നോക്കണം. അതുപോലെ തന്നെ നമ്മൾ മിഡിൽ ക്ലാസ്സുകാർക്ക് എപ്പോഴെങ്കിലും ഒരു കോള് ഏതെങ്കിലും ഒരു റിലേറ്റീവിന്റെ അടുത്ത് വന്നിട്ടുണ്ടാവും. അവരുടെ വീട്ടിൽ ഒരാൾക്ക് ഒരു ആരോഗ്യ പ്രശ്നം വന്നു, അവർക്ക് താങ്ങാവുന്നതിലധികം ബില്ലായതുകൊണ്ട് ഒന്ന് സഹായിക്കണമെന്ന് ചോദിച്ചുകൊണ്ട്. ഇപ്പോഴും 60%-ലധികം ഇന്ത്യക്കാര് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്തിട്ടാണ് മെഡിക്കൽ ബില്ലുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പെട്രോൾ വില 60-65 രൂപയിൽ നിന്നും ഏകദേശം 105-110 ലെവലിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കടം എന്ന് പറയുന്ന ഫാക്ടറാണ് നമ്മൾ മിഡിൽ ക്ലാസ്സുകാർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. അതിപ്പം ജനിച്ച് വീഴുമ്പോൾ തന്നെ ആ കടം നമ്മുടെ തലയിലാണ്. നമ്മുടെ വീട്ടുകാരെടുത്ത് വെച്ചേക്കുന്ന കടം മുതൽ തുടങ്ങും. ഓൾറെഡി നമ്മുടെ വീട് കടത്തിലായിരിക്കും, ഏതെങ്കിലും ബാങ്കിലായിരിക്കും അതിന്റെ പേപ്പേഴ്സ് ഒക്കെ. അത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി കിട്ടിയിട്ട് വേണം പോയിട്ട് ആ പേപ്പറുകളൊക്കെ തിരിച്ചു പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ലോൺ അടയ്ക്കും. ഇതാണ് എന്റെ സാമ്രാജ്യത്തിന്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും. എല്ലാം ഇനി നീ തീർക്കണം. ഇത്ര അധികം ബാധ്യത. അതുകൂടാതെ നമ്മുടെ ഫ്രണ്ട്സ് ആൾക്കാരെ ഇടയ്ക്ക് പോയി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ സോഷ്യൽ സർക്കിൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ അധികം കാര്യങ്ങൾ വാങ്ങേണ്ടിയിരിക്കും. പലപ്പോഴും ഒരു മിഡിൽ ക്ലാസ്സുകാരന്റെ മുമ്പിലോട്ട് ഒരു 1-1.5 ലക്ഷം രൂപയുടെ ഫോൺ എടുത്ത് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും അയ്യോ വേണ്ട എന്ന് പറയുള്ളൂ. വേണ്ട. അതറിയാവുന്ന കോർപ്പറേറ്റ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? നിങ്ങൾ ഒരു 24 മാസം കൊണ്ട് ഒരു 36 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി. മാസം ഒരു 5000-6000 രൂപ വരത്തുള്ളൂ എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മളിൽ പലരും ചിന്തിക്കത്തില്ല. ചിലപ്പോൾ നമ്മുടെ ശമ്പളം 30,000 രൂപയായിരിക്കും. അതിൽ 6000 രൂപ പോയിട്ട് ബാക്കി കാശ നമുക്ക് കയ്യിലുണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് വേണം നമ്മുടെ ബാക്കിയുള്ള ചെലവുകൾ, ഈ മുന്നേ പറഞ്ഞ ബില്ലുകളും വീട്ടു ചെലവുകളും ഗ്രോസറീസും മറ്റ് എല്ലാ ആവശ്യങ്ങളും കവർ ചെയ്ത് പോകാനായിട്ട്. ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി താൻ ഉണ്ടാക്കിയ മുഴുവൻ പൈസയും, തന്റെ ജീവിതകാലം കൊണ്ട് മുഴുവൻ ഉണ്ടാക്കിയ പൈസ മൊത്തം ചെലവാക്കിയിട്ട് വിവാഹം നടത്താൻ തയ്യാറായിട്ടുള്ള ഫാമിലീസ് ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സുകാരൻ ഉണ്ടാക്കുന്ന ശമ്പളം ഈ പറഞ്ഞ ചെലവുകളെയൊക്കെ ഈസി ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര വലുതാണോ എന്നാണ്. ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യം വെച്ചിട്ട് 10,000 to 20,000 റേഞ്ചിൽ വരുന്ന ഒരു എമൗണ്ട് ആയിരിക്കും ഒരു തുടക്കക്കാരനോ അല്ലെങ്കിൽ ഒരു 1 to 2 years എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി വാങ്ങിക്കുന്നത് ഓൺ ആൻ ആവറേജ്. അപ്പൊ ചോദിക്കും ബ്രോ, അവരിപ്പം 20,000 വാങ്ങിച്ചാലും ഭാവിയിൽ അവർക്ക് ഹൈക്ക് കിട്ടി അവർ 20-ൽ നിന്നും 40-ലും 70-ലും 80-ലും ലക്ഷങ്ങളിലേക്കൊക്കെ പോകുന്നു. പക്ഷെ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കോർപ്പറേറ്റുകാർക്ക് ഓൾറെഡി അറിയാം, ഓക്കെ ഈ വർഷത്തെ ഇൻഫ്ലേഷൻ 6% ആണ്. സോ ഓൺ ആൻ ആവറേജ് ആ കമ്പനി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാം കൂടെ കൂട്ടിയിട്ട് അവരൊരു 6% കൊടുക്കും. അതിന് മേളിൽ കിട്ടുന്നവരും കാണും, അത് ഒട്ടും ഹൈ കിട്ടാത്തവരും കാണും. ഒരു കമ്പനിക്ക് ഏകദേശം ഒരു 6 to 7% അവർ നിർത്തും. അതിലൂടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് അടുത്ത വർഷം ലഭിക്കുന്ന സാലറി ഹൈക്ക് അടക്കം നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ആ കൊല്ലത്തെ
ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് സാലറി മാത്രമാണ്. ഇങ്ങനെ വലുതായി സാലറി വർദ്ധിക്കാതിരിക്കുന്നതുകൊണ്ട് മിഡിൽ ക്ലാസ്സുകാരന്റെ പർച്ചേസിംഗ് പവർ വർദ്ധിക്കുന്നില്ല. അവന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് താഴോട്ട് പോവോ അല്ലെങ്കിൽ എന്തായിരുന്നു അവൻ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അതിൽ തന്നെ ഇങ്ങനെ തുടർന്ന് പോവുകയോ ചെയ്തുകൊണ്ടിരിക്കും. എന്താണോ അവൻ ജനിക്കുമ്പോൾ അവനുണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അതേ സെറ്റപ്പിൽ തന്നെ അവൻ ജീവിതകാലം മൊത്തം ജീവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന, ഇത്രയൊക്കെ മിനിമം സാലറി വാങ്ങിച്ചിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരോട്, ഈ മിഡിൽ ക്ലാസ്സുകാരോട് ഈ കമ്പനിക്കാരൊക്കെ മാന്യമായിട്ടാണോ പെരുമാറുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ പരിചയമുള്ള ഒരു വ്യക്തിയുണ്ട്. ഇൻഫോസിസിന്റെ കോ ഫൗണ്ടർ മിസ്റ്റർ നാരായണ മൂർത്തി. പുള്ളി പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യക്കാർ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യണം, നിങ്ങളും ഒരു വീക്കിൽ ഒരു 70 മണിക്കൂർ പണിയെടുക്കണമെന്നാണ് പറഞ്ഞത്. പുള്ളിയുടെ മരുമോൻ UK മുൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. UK ഓൺ ആൻ ആവറേജ് ആൾക്കാർ 37 മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ പിന്നെ ഈ പുള്ളിക്ക് മരുമോന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് ഇത് മാറ്റിയിട്ട് UK 70 മണിക്കൂർ ആയിക്കൂടായിരുന്നു. ഇതിനും ഒരുപടി മുന്നോട്ട് പോയിട്ട് L&Tയുടെ ചെയർമാൻ SN സുബ്രഹ്മണ്യൻ പറഞ്ഞത് 90 മണിക്കൂർ ജോലി ചെയ്യണമെന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ 90 മണിക്കൂർ ജോലി ചെയ്തതിന് ശേഷം എപ്പോഴാണ് ഇവർ വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യുന്നത്? എപ്പോഴാണ് ഫാമിലിയോട് കൂടി സമയം സ്പെൻഡ് ചെയ്യുന്നത്? ഇവരാരെങ്കിലും എംപ്ലോയിയുടെ വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് കൺസേൺ ആവും? എംപ്ലോയീസിന്റെ മെന്റൽ ഹെൽത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഇവരാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അതുപോലെ ഒരു സർവേയിൽ പറയുന്നത് മെന്റൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് 88% ആൾക്കാർ ജോലി വിട്ട് പോകാൻ തയ്യാറാണ്. ഈ സിഇഒമാർക്കും ചെയർമാൻമാർക്കും ഒക്കെ നല്ല വൃത്തിയായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെപ്പോലുള്ള ആൾക്കാർ ജോലി ചെയ്യാതിരിക്കത്തില്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ ജോലി ചെയ്യണം, നമുക്ക് പൈസയുടെ ഇമ്പോർട്ടൻസ് അറിയാം, ആ വാല്യൂ അറിയാമെന്നുള്ളതുകൊണ്ട് ഇവർ നമ്മളെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കും. നമ്മളെ എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്കറിയാം. അവരുടെ കയ്യിലേക്ക് കുറെ പണം കിട്ടിയാലും അവർ അതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ സാധിക്കത്തില്ല. കാരണം അവർ ഓൾറെഡി ഒരുപാട് പണം ഉള്ള ആൾക്കാരാണ്. ഇതിനെ എക്കണോമിക്സിൽ മാർജിനൽ ഡിമിനിഷിംഗ് യൂട്ടിലിറ്റി എന്ന് പറയും. ഇങ്ങനെ ഏത് അന്തരീക്ഷത്തിലും ജോലി ചെയ്യാൻ വൈമുഖ്യം കാണിക്കാത്ത നമ്മളെ പോലുള്ള മിഡിൽ ക്ലാസ്സുകാർ ഉള്ളതുകൊണ്ട് ഗവൺമെന്റ് ഹാപ്പിയാണ്, കോർപ്പറേറ്റുകൾ ഹാപ്പിയാണ്. പിന്നെ റീസെന്റ് ആയിട്ട് നടന്ന നല്ലൊരു കാര്യം എന്തെന്ന് വെച്ചാൽ 12 ലക്ഷത്തിന് താഴെയാണ് നമ്മുടെ ആനുവൽ ഇൻകം എങ്കിൽ നമ്മൾ ടാക്സ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് ഡയറക്ട് ടാക്സ് മാത്രമാണ്. ഇൻഡയറക്ട് ടാക്സ് ആയിട്ട് ഇഷ്ടംപോലെ പൈസ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട്. പോപ്കോൺ വിവാദം ആരും മറന്നിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗൈസ്, ഷുഗർ ഈസ് അൺഹെൽത്തി, കാരമൽ പോപ്കോൺ ഒഴിവാക്കൂ, ബി ഹെൽത്തി. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, ബ്രോ ഭയങ്കര നെഗറ്റീവ് ആണല്ലോ, കുറെ നേരമായിട്ട് ഈ പ്രോബ്ലംസ് തന്നെയാണല്ലോ പറയുന്നത്. പക്ഷെ പ്രോബ്ലം പറയാതിരിക്കാൻ പറ്റത്തില്ല, പക്ഷെ സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലം ഇല്ല. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് സൊല്യൂഷൻ ഞാൻ പറയാം. പ്രധാനമായിട്ടും കടം. നിങ്ങൾക്ക് ഓൾറെഡി കടം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കടം അടച്ച് തീർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ തുക 4 ഇരട്ടിയായി തിരിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. കെട്ടിപ്പിടിച്ചോളൂ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കടം ആദ്യം അടച്ച് തീർക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റെന്തും കാര്യം ചിന്തിക്കാൻ പറ്റുള്ളൂ സമാധാനമായിട്ട്. ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനം പീസാണ്. പീസ് ഓഫ് മൈൻഡ് വേണമെങ്കിൽ കടങ്ങൾ ഉണ്ടാവാനേ പാടില്ല. പുതിയ കടങ്ങൾ വരുത്താതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഫേക്ക് ലൈഫ് സ്റ്റൈൽ കാണിക്കാനായിട്ട് വെറുതെ ആവശ്യമില്ലാതെ എക്സ്പെൻസീവ് ഗാഡ്ജറ്റ്സ് ഒക്കെ വാങ്ങി പണം കളയാതെ, സമയം കളയാതിരിക്കുക. ആ സമയം പുതിയ സ്കില്ലുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. നമ്മുടെ രാജ്യത്തെ അൺഎംപ്ലോയ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം യൂത്ത് എംപ്ലോയബിൾ അല്ലാത്തതുകൊണ്ടാണ്. ഒരുപാട് പഠിച്ചാൽ വലിയ ജോലി കിട്ടുമെന്നൊരു വർത്താനം നമ്മുടെ നാട്ടിലുണ്ട്. ഒരു തരം സ്കാമാണ്. ഒരുപാട് പഠിച്ചിട്ട് കാര്യമില്ല. എസെൻഷ്യൽ സ്കില്ലുകൾ പഠിക്കണം. എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ കിട്ടിയ ശമ്പളം വെച്ച് അത്യാവശ്യം തട്ടുമുട്ടും ഇല്ലാതൊക്കെ ജീവിച്ചു പോകുന്നതിന് പകരം കിട്ടുന്ന ശമ്പളം സേവ് ചെയ്തിട്ട് ആ പൈസ വെച്ചിട്ട് പുതിയ എന്തെങ്കിലും സ്കില്ല് പഠിച്ചിട്ട് ഉയരാനുള്ള സാധ്യതകളുണ്ട്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. വീട്ടിലൊരു പെട്ടെന്നൊരു ചെലവ് വന്നു കഴിഞ്ഞാൽ അത് വഹിക്കാനായിട്ട് കുറച്ച് പൈസ നമ്മൾ എന്തായാലും മാറ്റി വെക്കണം. ഇന്ത്യയിൽ 75% വരുന്ന ആൾക്കാരുടെ കയ്യിൽ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസും ഇല്ല. എമർജൻസി ഫണ്ടിന്റെ കാര്യവും ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യവും പരിഗണിക്കുക. ഇനി ഉടനെ എങ്ങനെ ആയാലും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള വെഡിങ്ങുകൾ നോക്കുക. അതുപോലെ തന്നെ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള സ്കൂളും കോളേജും പറ്റുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് സ്കൂളും ഗവൺമെന്റ് കോളേജും ഒക്കെ തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പരാക്രമം കാണിച്ച് ഈ പ്രൈവറ്റ് സ്കൂളിലും കോളേജിലും കൊണ്ടു കൊടുക്കുന്ന കാശൊന്നും വലിയ വെർത്തല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്റെ കുട്ടി നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോകുന്നതുകൊണ്ടാണെന്നുള്ള ഒരു തരം തെറ്റിദ്ധാരണയാണ്. പൊതുവെ കുട്ടികൾ ഇംഗ്ലീഷ് സിനിമകളും സീരീസുകളും ഒക്കെ കാണുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഇംഗ്ലീഷ് പഠിക്കും. മാതാപിതാക്കൾ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ടതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് അവരെ അവിടെ വിട്ടിട്ട് വീട്ടിൽ വരുമ്പോൾ സിനിമയൊന്നും കാണിക്കാൻ സമ്മതിക്കാതെ ബ്ലോക്ക് ചെയ്തു. അതിന് പകരം അത്യാവശ്യം നല്ലതായിട്ട് സിനിമയും സീരീസും ഒക്കെ കാണാൻ അനുവദിച്ചുകൊണ്ട് ഈ സ്കൂൾ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻ പിടിച്ചു കഴിഞ്ഞാൽ പൈസ ലാഭിക്കാം, ഇംഗ്ലീഷും പഠിക്കാം. എങ്ങനെയുണ്ട്? പിന്നെ പറ്റുന്ന പോലെ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ശീലിക്കാം. എന്റെ ശമ്പളം 20,000 ഉള്ളൂ ബ്രോ, ഒരു 1000-2000 ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എന്താവുന്നതെന്ന് ചോദിച്ചാൽ ഒന്നും ആവുന്നില്ല. പക്ഷെ ഒരു ശീലമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. മാസം ഒരു എമൗണ്ട് വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ തുടർന്ന് നമ്മൾ വലിയ
പണക്കാരൊക്കെ ആകുന്ന സമയത്ത് ഭാവിയിൽ വലിയ കുറെ ശമ്പളമൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വലിയ പെർസെന്റേജ് ഇടാം. തുടങ്ങാതിരിക്കുന്നതിലും ഭേദമാണ് കുറച്ച് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത് നമുക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയിലെ കണക്കിൽ ഏതാണ്ട് 3% ആൾക്കാർ മാത്രമേ ആക്റ്റീവ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നവരുള്ളൂ. അത് നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. ആരും നമുക്ക് ഇതൊന്നും വന്നിട്ട് ചെയ്തു തരത്തില്ല. ആരും വന്ന് നമ്മളെ രക്ഷപ്പെടുത്തത്തില്ല. നമ്മൾ തന്നെ രക്ഷപ്പെടണം. അന്നും പറഞ്ഞ് യൂട്യൂബിൽ കാണുന്ന കുറെ ട്രേഡേഴ്സ് ഉണ്ടാവും, അവരുടെ അടുത്ത് പോയി പെടല്. കാരണം ട്രേഡർമാരുടെ പ്രത്യേകത, ട്രേഡർമാരെല്ലാം കാശുകാരാണ്. പക്ഷെ അവരാരും കാശ് ഉണ്ടാക്കുന്നത് ട്രേഡ് ചെയ്തിട്ടല്ല, അവർ കോഴ്സ് വിറ്റാണ് പൈസ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ പൈസ വായിച്ചിട്ട് അവന്മാർ കാശുകാർ. ഇവരെക്കാളും പേടിക്കേണ്ട ആൾക്കാരുണ്ട്. യൂട്യൂബിൽ കുറെ മില്യൺസിന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാവും, ഭയങ്കര പേരും പ്രസക്തി ഉണ്ടാവും. അവർ നേരെ വന്നിരുന്നിട്ട് പറയും, ഞാൻ ഗെയിം കളിച്ച് കുറെ പൈസ ഉണ്ടാക്കി, ഞാൻ ഗെയിം കളിച്ച് വീട് വാങ്ങി, ഐഫോൺ വാങ്ങി, കാറ് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞു തരും. എന്നിട്ട് അവര് ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ കൊണ്ടുപോയി വിടും. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് നിങ്ങളെ പൈസ മാസം വലിച്ചോണ്ടിരിക്കും. പക്ഷെ ഇവരെല്ലാം ഗെയിം കളിക്കുമ്പോൾ കാശ് കിട്ടും. നമ്മളാരും ഗെയിം കളിച്ചാൽ കാശ് കിട്ടൂല ഗൈസ്. പക്ഷെ നമ്മളാരും കളിച്ച് കാശ് ഉണ്ടാക്കാൻ പറ്റൂല. കാശ് നഷ്ടപ്പെടുത്താൻ മാത്രമേ പറ്റുള്ളൂ. ഇത് ഒരു തരത്തിലൊരു ഹോബി പോലെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് നമ്മുടെ പൈസ മൊത്തം വലിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത്തരം ഫ്രോഡ് കമ്പനികൾ പിന്നെ ഇൻഫ്ലുവൻസേഴ്സിന് കാശ് കൊടുത്തോണ്ടേയിരിക്കും. Want to earn 20 to 30k while sitting at home? ഞാൻ വെറും 1 രൂപ കൊണ്ട് സൂപ്പിയിൽ ഇന്ത്യയുടെ സ്വന്തം ഗെയിമായ ലുഡോ കളിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കി. തുടങ്ങി കഴിഞ്ഞാൽ അത് അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പൈസ മൊത്തം ഇവർ കൊണ്ടുപോകും. ഈ പറഞ്ഞ ഇൻഫ്ലുവൻസർമാരൊന്നും തിരിച്ചു വരത്തില്ല. ഇവരൊക്കെ ഈ ഫ്രോഡ് കമ്പനികളിൽ നിന്ന് കാശും വാങ്ങിച്ച് സന്തോഷമായിട്ട് ജീവിക്കും. നമ്മൾ കഷ്ടപ്പെടും. ഈ വീഡിയോ ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിച്ചാലോ അതുപോലെ ഇതിൽ നിന്ന് എന്തെങ്കിലും ടേക്ക് അവേ ഉണ്ടെങ്കിലോ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പറ്റുമെങ്കിൽ ഒരു കമന്റ് ഇടണം.